കെ സുധാകരനും അടൂർ പ്രകാശും മത്സരിക്കും. അവസാനം ഇന്നലെ ഞങ്ങൾ പറഞ്ഞ ആ വിസ്മയം യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഹൈക്കമാൻഡിന് ഗത്യന്തരമില്ലാതെ കെ സുധാകരൻ്റെയും അടൂർ പ്രകാശിൻ്റെയും ആ നിർബന്ധത്തിന് മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നിരിക്കുകയാണ്. കെ സുധാകരൻ കണ്ണൂരിലും അടൂർ പ്രകാശ് കോന്നിയിലും ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്ന് ഉറപ്പായി കഴിഞ്ഞു. കെ സുധാകരൻ കേരള ഹൗസിൽ നിന്നും അതിനായി നോ ഡ്യൂ സർട്ടിഫിക്കറ്റ് മേടിച്ചു കഴിഞ്ഞു. അടൂർ പ്രകാശ് കഴിഞ്ഞ ദിവസം തന്നെ അത് കരസ്ഥമാക്കിയിരുന്നു. അടൂർ പ്രകാശ് അത് കരസ്ഥമാക്കിയത് വാർത്തയും ആയിരുന്നു. എന്നാൽ കെ സുധാകരൻ തന്നെ ഒതുക്കുവാൻ ശ്രമിക്കുന്ന ആ സമീപനത്തോട് യാതൊരു കാരണവശാലും സന്ധി ചെയ്യില്ല എന്ന ഒരു തീരുമാനം ഇന്നലെ വൈകിട്ട് എടുത്തതോടുകൂടിയാണ് കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞത്. യാതൊരു കാരണവശാലും എം പിമാരെ മത്സരിപ്പിക്കേണ്ടതില്ല എന്ന നിലപാടിലേക്ക് സംസ്ഥാന നേതൃത്വവും ദേശീയ നേതൃത്വവും ഇവന്മാർ പറയുന്ന ആ ഹൈക്കമാൻഡും ഒക്കെ ചേർന്ന് ഒരു തീരുമാനമെടുത്ത് ഫൈനലൈസ് ചെയ്തിരുന്നു. എന്നാൽ ഇന്നലെ രാത്രിയോടുകൂടി കാര്യങ്ങൾ കീഴ്മേൽ മറിയുകയായിരുന്നു. കെ സുധാകരനെ മത്സരിപ്പിക്കുവാൻ സമ്മതിച്ചില്ല എങ്കിൽ അദ്ദേഹം ഒന്നുകിൽ രാജിവെക്കും, അതല്ലെങ്കിൽ സ്വതന്ത്രനായി മത്സരിക്കും എന്ന നിലപാടിലേക്ക് പോകും എന്ന് അഭ്യൂഹങ്ങൾ പരന്നിരുന്നു. കണ്ണൂരിലും കേരളത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും കെ സുധാകരന് വേണ്ടിയുള്ള മുറവിളി കൂടി. പ്രവർത്തകർ പന്തം കൊളുത്തി പ്രകടനവുമായി തെരുവിലിറങ്ങി. ഇന്ന് ഉച്ചയ്ക്ക് മുമ്പായി അനുകൂല സമീപനം ലഭിച്ചില്ല എങ്കിൽ കെ സുധാകരൻ തൻ്റെ നിലപാട് മാധ്യമങ്ങളെ വിളിച്ച് അറിയിക്കുമെന്ന ആ ഉറച്ച നിലപാടിൽ തന്നെ തുടർന്നു. പലരും എം കെ രാഘവൻ അടക്കമുള്ള നേതാക്കന്മാർ അദ്ദേഹത്തെ അനുനയിപ്പിക്കുവാൻ ശ്രമിച്ചു. ഇന്നലെ ഇവിടുത്തെ വർക്കിംഗ് പ്രസിഡന്റുമാരടക്കം പോയി അദ്ദേഹത്തെ സ്വാതന്ത്ര്യപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ കെ സുധാകരൻ അതിനൊന്നും വഴങ്ങിക്കൊടുത്തില്ല. അദ്ദേഹം തൻ്റെ ഉറച്ച ആ നിലപാടിൽ ഉറച്ചു നിന്നു. അങ്ങനെ ആ കെ സുധാകരൻ തൻ്റെ നിലപാടിൽ വിജയിക്കുന്ന ആ കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണുവാൻ സാധിക്കുന്നത്. ഹൈക്കമാൻഡന്മാർ ഇപ്പോഴും അവന്മാരുടെ ഈഗോയുമായി ഈ പ്രഖ്യാപനം നടത്താതെ ഇരിക്കുകയാണ്. ഈ പാർട്ടിയെ അവർ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ഈ പാർട്ടിയുടെ നന്മയാണ് അവർ ആഗ്രഹിക്കുന്നതെങ്കിൽ എത്രയും വേഗം അവർ ഈ പ്രഖ്യാപനം മാധ്യമങ്ങളുടെ മുന്നിൽ നടത്തിയാൽ ഈ വിവാദം ഇവിടെ അവസാനിക്കും. എന്നാൽ ഇവന്മാർ ആ പെറ്റി ഈഗോയിന്മേൽ മിണ്ടാതിരിക്കുകയാണ്. എന്നാൽ മത്സരിക്കും എന്ന ആ തീരുമാനത്തിൽ ഉറച്ച് കെ സുധാകരനും അടൂർ പ്രകാശും മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമുക്കറിയാം, നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കലെത്തി നിൽക്കുന്ന ഇനി ഏതാണ്ട് 22 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് ഇവർ ഈ ചക്കുളത്തിപ്പോര് നടത്തുന്നത് എന്ന യാഥാർത്ഥ്യം കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയണം. ഇപ്രകാരം ഈ അവസാന നിമിഷം ഒരു വിവാദത്തിലേക്ക് പോകാതെ ഈ പ്രശ്നങ്ങളെ രമ്യമായി പരിഹരിക്കുവാനുള്ള ഒരു കൈയടക്കമോ ഒരു പ്രാഗൽഭ്യമോ ഈ കോൺഗ്രസ് നേതൃത്വത്തിന് ഇല്ല എന്ന് പറയുന്നത് അത് വളരെ തെറ്റായ ഒരു സന്ദേശമാണ് ജനങ്ങളിലേക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു തമാശ, ശബരിനാഥനെ നേമത്ത് മത്സരിപ്പിക്കും എന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ വരുന്നത്. ശബരിനാഥൻ ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ കവടിയാർ വാർഡിലെ കൗൺസിലറാണെന്ന് നമുക്കറിയാം. ഈ ശബരിനാഥനെ മേയർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചാണ് മത്സരത്തിന് ഇറങ്ങിയതെങ്കിലും കേരളത്തിൽ ഇത്രയും ദയനീയമായി പരാജയപ്പെട്ട, ഭരണം നഷ്ടപ്പെട്ട ഒരു നഗരസഭ തിരുവനന്തപുരം മാത്രമാണ്. നായർ വോട്ടുകൾ ധാരാളമുള്ള കവടിയാറിൽ നിന്ന് ശബരിനാഥൻ മാനം പോകാതെ രക്ഷപ്പെട്ടു. എങ്കിലും ഈ ശബരിനാഥനെ ഇപ്പോൾ നേർച്ചക്കോഴിയെപ്പോലെ തോക്കുമെന്ന് ഉറപ്പുള്ള ആ നിയമമണ്ഡലത്തിൽ നേർച്ചക്കോഴിയായി ഉമ്മാർ ഗുരുതിക്ക് കൊണ്ടിറക്കുകയാണ്. എം പിമാർ മത്സരിക്കേണ്ട ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്ന് പറയുന്ന ഇവരോട് ചോദിക്കുവാനുള്ളത്, ഈ ശബരിനാഥനെ കവടിയാർ വാർഡിൽ നിന്നും നേമത്തേക്ക് കൊണ്ടുപോയാൽ അവിടെ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവില്ലേ? അതോ ഇദ്ദേഹം പരാജയപ്പെടുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ളത് കൊണ്ടാണോ ശബരിനാഥനെ നേർച്ചക്കോഴിയായി കൊടുക്കുന്നത് എന്നതാണ് ഞങ്ങളുടെ ചോദ്യം. അങ്ങനെ യാതൊരു നിലപാടുമില്ലാത്ത, നേരവും കാലവും ആളും തരവും നോക്കി തീരുമാനങ്ങൾ എടുക്കുന്ന, ഒരു കോമൺ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഇല്ലാത്ത
ഒരു നേതൃത്വമില്ലാത്ത അവസ്ഥയിലേക്കാണ് UDF പോകുന്നത് എന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാലും വളരെയേറെ സന്തോഷമുള്ള കാര്യം എന്ന് പറയുന്നത് കെ സുധാകരൻ ഇവന്മാരുടെ ആ ധാർഷ്ട്യത്തിന് മുന്നിൽ അടിയറവ് പറഞ്ഞിട്ടില്ല. കെ സുധാകരൻ തൻ്റെ തീരുമാനവുമായി മുന്നോട്ട് പോവുകയാണ്. അതുപോലെ തന്നെ അടൂർ പ്രകാശും. ഇതിൻ്റെ പിന്നിൽ വലിയ ഒരു അജണ്ടയുണ്ട്. കേരളത്തിന് യാതൊരു കാരണവശാലും ഒരു ഈഴവ മുഖ്യമന്ത്രി ഉണ്ടാകാൻ പാടില്ല എന്ന ചില ലോബികളുടെ അജണ്ട നടപ്പാക്കലാണ് കെ സുധാകരനെയും അടൂർ പ്രകാശിനെയും വെട്ടി നിരത്തുന്നതിലൂടെ ഇവർ ഉദ്ദേശിക്കുന്നത്. മതമേലധ്യക്ഷന്മാരുടെ തിണ്ണ നിരങ്ങാൻ പോകത്തില്ല, അവരുടെ വിരട്ടൽ ഞങ്ങളുടെ അടുത്ത് നടക്കത്തില്ല എന്ന് പറയുന്ന ഇവന്മാരെ തന്നെ ശിവഗിരി മഠത്തിൽ നിന്നും വിളിച്ച് കഴിഞ്ഞ ദിവസം രാത്രി കൃത്യമായ സന്ദേശം നൽകി. ഏതാണ്ട് 23 മുതൽ 26% വരെയുള്ള ആ ഈഴവ ജനങ്ങളുടെ താല്പര്യം നിങ്ങൾ സംരക്ഷിച്ചില്ല എങ്കിൽ ഒരു ഈഴവനാണ് എന്ന ഒറ്റ കാരണം കൊണ്ട് കെ സുധാകരനെയും അടൂർ പ്രകാശിനെയും ഒതുക്കുവാൻ ശ്രമിച്ചാൽ അതിന് തക്കതായ തിരിച്ചടി തെരഞ്ഞെടുപ്പിൽ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഇവന്മാർ പെടുത്തു എന്നാണ് വിവരം. എന്തായാലും തങ്ങളുടെ തീരുമാനവുമായി ഇവർ രണ്ടുപേരും മുന്നോട്ട് പോവുകയാണ്. ഇപ്രകാരം ആ ഉറച്ച തീരുമാനവുമായി പോകുന്ന ഈ രണ്ടുപേർക്കും ഞങ്ങളുടെ എല്ലാ പിന്തുണയും ആശംസയും അർപ്പിക്കുന്നു. മറ്റൊന്നും കൊണ്ടല്ല, ഇവന്മാരുടെ ആ ധാർഷ്ട്യത്തിനുള്ള തക്കതായ ഒരു തിരിച്ചടിയായിരിക്കും ഇത്. കേരളത്തിലെ ജനങ്ങളത് ആഗ്രഹിക്കുന്നു. ഈ UDF പ്രസ്ഥാനത്തിൻ്റെ നന്മ ആഗ്രഹിക്കുന്ന, കോൺഗ്രസ് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഇവർ രണ്ടുപേരും മത്സരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതുപോലെ ഇനിയും നമ്മൾ കാത്തിരിക്കുന്നത് ആ രാഹുലിൻ്റെ ഒരു മറുപടിക്കായിട്ടാണ്. രാഹുൽ ഇനിയും മൗനം വെടിഞ്ഞ് എത്രയും വേഗം മത്സരരംഗത്തേക്ക് വരണം. പറവൂരിലും അതുപോലെ തന്നെ പാലക്കാട്ടും പത്രിക നൽകണം. സ്വതന്ത്രനായി മത്സരിക്കണം. മത്സരിച്ചാൽ വിജയം ഉറപ്പ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇനിയും നമുക്ക് രാഹുലിൻ്റെ ആ വിഷയത്തിലാണ് ഒരു തീരുമാനം ആകേണ്ടിയിരിക്കുന്നത്. രാഹുലിന് വേണ്ടി നമ്മൾ ആരംഭിച്ച ആ മിഷൻ 250യുടെ 216 ദിവസമാണിന്ന്. ആദ്യം നമ്മളൊരു 60 ദിവസം പിന്നിട്ടു. അതിനുശേഷം 156 ദിവസമാണിന്ന്. അങ്ങനെ ഈ 2 ദിവസങ്ങളോട് ചേർത്താൽ ഇന്ന് മിഷൻ 250യുടെ 216 ദിനമാണ്. ആ മിഷൻ 250യുടെ 216 ദിനത്തിൽ ITV ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റിലേക്ക് ലഭിച്ച പ്രതികരണങ്ങൾ കേൾക്കാം. പ്രതികരണങ്ങളിലേക്ക്. ഞാൻ US വിളിക്കുന്നത്. എൻ്റെ പേര് ജോ എന്നാ. ഞാൻ സാറേ ഞാൻ കൃത്യമായിട്ട് രാഷ്ട്രീയം വാച്ച് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ സാറിന്റെ ന്യൂസ് അനേകം പ്രേക്ഷകരുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു സംശയമല്ല, ഒരു ഖേദം പ്രകടിപ്പിക്കുകയാണ്. കാരണം ഈ കോൺഗ്രസ് പാർട്ടിയെ ഞങ്ങളെല്ലാം സ്നേഹിച്ചിരുന്ന ഒരാൾക്കാരാണ്, പ്രത്യേകിച്ച് നമ്മുടെ മധ്യ തിരുവിതാംകൂറിലുള്ള ക്രിസ്ത്യൻസും എല്ലാവരും. പക്ഷെ ഇപ്പൊ ഈ നമ്മുടെ കെ സുധാകരൻ സാറിനോട് കാണിക്കുന്നതിനെ പറ്റി സാറിന്റെ ശ്രോതാക്കളോട് സാറ് ഓൾറെഡി പറയുന്നുണ്ട്. പക്ഷെ ഇത് അനേകം പേര് ഇത് കാണുന്നുണ്ട്. കാര്യം VD സതീഷിനെ പോലെ എറണാകുളം പോലെ ഒരു സേഫ് മണ്ഡലത്തിൽ നിന്നല്ല കോൺഗ്രസ് പാർട്ടി പുള്ളിക്കാരൻ വളർത്തിയെടുത്തത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കുത്തകയായ കണ്ണൂരിൽ ഇത്രയും അടിയും വെട്ടുകൊണ്ട് ഇത്രയും കോൺഗ്രസ് പാർട്ടിയെ വളർത്തിയെടുത്ത പുള്ളി ഒരു കറിവേപ്പില പോലെ എടുത്ത് കളയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇപ്പൊ ഇവര് കോൺഗ്രസ് ഇലക്ഷൻ ജയിക്കുന്നത് ചിലപ്പോൾ ആന്റി ഇൻക്യുബൻസി കൊണ്ട് മാത്രമായിരിക്കും. പക്ഷേ സുധാകരൻ സാറിനെ പറ്റി കേരളത്തിന് വെളിയിലുള്ള കോൺഗ്രസുകാർക്ക് പോലും, ഈവൻ കമ്മ്യൂണിസ്റ്റുകാർ പോലും മനസ്സുകൊണ്ട് ചിലപ്പോൾ ഒരു ആരാധിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. പക്ഷെ ഇവർ കാണിക്കുന്നത് തീർച്ചയായിട്ടും ശരിയല്ല സാർ. അത് കുറച്ചുകൂടെ ഒന്ന് സാറിന്റെ വാർത്താ വഴി ഒന്ന് ലോകത്ത് തീർച്ചയായും അത് ഒന്ന് ഓർത്ത് നോക്കി. അതായത് ഈ VD സതീശൻ എന്ന് പറയുന്ന ആടെ ഖദർ ഇതുവരെ ഉടഞ്ഞ അവനൊരു വേർത്തോ ഖദർ ഉടഞ്ഞ ഒരു സമരം ചെയ്തിട്ടുണ്ടാവുമോ? എന്നാൽ സുധാകരൻ അതുപോലാണോ? ഇവര് ഓർക്കേണ്ടുന്ന ഒരു മാന്യത എന്ന് പറയുന്നത് ഈ എല്ലാവർക്കും വേണ്ടി ഒരേ ഹാർഡ് ആൻഡ് ഫാസ്റ്റ് ആയിട്ടുള്ള റൂൾ എടുക്കാൻ പറ്റത്തില്ല. അദ്ദേഹത്തിന്റെ ജീവിതം നോക്കുക. അദ്ദേഹത്തിന് ഇനി ഇത്ര വർഷമേ ഉള്ളൂ. ഇദ്ദേഹത്തിന്റെ ശത്രുവായിരുന്നു ഇദ്ദേഹം അടിച്ച ആ പിണറായി വിജയൻ 10 കൊല്ലം ഇയാളുടെ മുന്നിൽ നിന്ന് ഇതാ CM ആയി വിലസി. ഈ മനുഷ്യന് ഈ പാർട്ടിക്ക് വേണ്ടി ഇത്രയും കോൺട്രിബ്യൂട്ട് ചെയ്ത് ഇദ്ദേഹത്തിന് അപ്രകാരം ഒരു പദവിയിലെത്താനുള്ള ഒരു അവസരം കൊടുക്കേണ്ടത് ഇവന്മാരുടെ മാന്യതയായി. ഇവന്മാർക്ക് വീണ്ടും അവസരം കിട്ടുമല്ലോ. ഇവന്മാർക്ക് ഇനി എത്രയോ വർഷം അവസരങ്ങളുണ്ട്. ആകാനുള്ള യോഗ്യതയുള്ള ആളാണ്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആകാനുള്ള യോഗ്യതയുള്ള ആളാണ്. ഈ കോൺഗ്രസിലുള്ള ആൾക്കാർ വെറും പേടിത്തൂറികളായിട്ട് നിൽക്കുന്ന സ്ഥലത്ത് ആ കോൺഗ്രസ് പാർട്ടിയുടെ മുഖം തന്നെ മാറ്റിയെടുത്തത്. കാര്യം ഇന്ന് പേടിക്കാതെ കോൺഗ്രസ് ആകാൻ ചിലപ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ ആർക്കെങ്കിലും പേടിക്കാതെ കയറണമെങ്കിൽ ആ ഒരു രീതി ആക്കിയെടുത്ത് അത് സതീശൻ എന്ന് പറഞ്ഞാൽ എറണാകുളത്തില് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികളുള്ള ഒരു ഡിസ്ട്രിക്റ്റ് ആണ്.
പാർട്ടി ഈ സതീശന്റെ എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ ഇദ്ദേഹം ഈ കതറിട്ട് ഒരു സുപ്രഭാതത്തിൽ കെട്ടിയിറങ്ങി വന്നു എന്നുള്ളതല്ലാതെ ഇദ്ദേഹത്തിന് അവിടെ പാർട്ടിയെ ബിൽഡ് ചെയ്യാനോ അതിന്റെ കഷ്ടപ്പാടോ എന്തെങ്കിലും പറഞ്ഞിട്ടുള്ള ഒരു മനുഷ്യനാണോ ഇയാള്? ഒന്നുമില്ല. ഇത് ജനങ്ങൾ കാണുന്നുണ്ട്. കോൺഗ്രസ് പാർട്ടിയിൽ ഇരിക്കുന്ന മുകളിലോട്ടുള്ളവരാരും കാണുന്നില്ലെന്ന് തോന്നുന്നു. നാളെ ഇനി സുധാകരൻ സാർ BJP-യിലേക്ക് പോയാലും എന്ത് തെറ്റ് ആർക്കും ചൂണ്ടിക്കാണിക്കാൻ പറ്റും, അല്ലെ വേറെ ഏത് പാർട്ടി പോയാലും. കാരണം ഒരു തല്ല് വാങ്ങിക്കാനും അതിനെതിരെ അതിന് ധൈര്യമുള്ള ഒരു കുറെ പ്രവർത്തകരുണ്ട്. ഇവരെല്ലാം താഴ്ന്നിട്ട് മോളിൽ നിന്ന് കെട്ടിയിറക്കിയ കുറെ പേര്. ഇപ്പം രമേശ് പിഷാരടിക്ക് സീറ്റ് കൊടുക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് സുധാകരൻ സാറിന് കൊടുക്കുന്നില്ല? ഇവര് കാണിക്കുന്നത് കോൺഗ്രസ് പാലക്കാട് ഉറപ്പായിട്ട് 3-ാം സ്ഥാനത്തേക്ക് പോകുമെന്ന് ഏത് പൊട്ടനും അറിയാവുന്നിരിക്കെ യുവമാർ അങ്ങനെ ഒരു അവസരമാണ് ഉണ്ടാക്കുന്നതെന്ന് ഓർക്കണം. ആ കോമാളിക്ക് ആ സീറ്റ് അവിടെ കൊടുക്കുന്നതിലൂടെ. എനിക്കറിയത്തില്ല സാറേ എന്തോ ഈ കോൺഗ്രസ് പാർട്ടി ചിന്തിക്കുന്നതെന്ന്. ജനങ്ങൾ ഇത്രയും പിന്തുണയ്ക്കാൻ തയ്യാറായിട്ട് നിൽക്കുമായിരുന്നു. എന്നിട്ട് MP-മാര് മനസ്സിലാക്കേണ്ടതാണ്, സുധാകരൻ സാറിന് പുള്ളിയുടെ രാഷ്ട്രീയ പ്രവർത്തനം കേരളത്തിനാണ് ആവശ്യം. അത്ര ഇതാണെങ്കിൽ സതീശൻ സാർ എന്തുകൊണ്ട് കണ്ണൂരിൽ നിന്ന് MP സീറ്റ് ആയിട്ട് ഈ ധർമ്മടത്ത് അങ്ങനെയാണെങ്കിൽ ഈ പിണറായിക്കെതിരെ ഇയാൾക്ക് മത്സരിക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നോ? ഇവര് തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ശ്രദ്ധിച്ചോ? ഒരു മനുഷ്യനെ അറിയാത്ത ഒരു 7-ാം കൂലി സ്പീഡിനെ ധർമ്മടത്ത് പിണറായി വിജയനെതിരെ ഇട്ടുകൊടുക്കുന്നു. സതീശനെതിരെ ഇതുപോലെ തന്നെ വീക്കായിട്ടുള്ള ഒരു കാൻഡിഡേറ്റിനെ ഇട്ടുകൊടുക്കുന്നു. ഇത് ഇവര് തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് അരിയാഹാരം കഴിക്കും. ഞങ്ങൾ എത്രയോ തവണ ഇത് വിളിച്ചു പറഞ്ഞു. സാർ, ഇതുകൊണ്ട് എനിക്ക് തോന്നുന്നത് കേരള രാഷ്ട്രീയം മാറി മറിയും. സതീശൻ കാരണം BJP കേരളത്തിൽ ഒട്ടാകെ അക്കൗണ്ട് തുറക്കും. അതിന് സതീശൻ തന്നെയാണ് കാരണം. പിന്നെ ഒരു കൗൺസിലർ ഇലക്ഷൻ പോലും ജയിക്കാത്ത KC വേണുഗോപാലാണ് മോളിന്ന് രാഹുൽ ഗാന്ധിക്ക് ഇത് പറയുന്നത്. അപ്പൊ ജനങ്ങൾ എത്രത്തോളം അംഗീകരിക്കുന്ന നേതാക്കന്മാരുണ്ട്, അവരെ തഴയുക. എന്നിട്ട് ഇതുപോലുള്ള എനിക്കറിയത്തില്ല, എനിക്ക് കോൺഗ്രസ് പാർട്ടി തീരാൻ പോകാൻ തുടങ്ങി. സുധാകരൻ സാറിനെ കൂടെ ഇനി ഇലക്ഷൻ നിർത്തിയില്ലെങ്കിൽ ഇതോടുകൂടി കോൺഗ്രസിനോടുള്ള വിശ്വാസം ന്യൂനപക്ഷങ്ങളിൽ മെയിനായിട്ട് ക്രിസ്ത്യൻസിന്, ഞാനത് തന്നെ ഉറച്ചു പറയുന്നത്. ഞാൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ജനിച്ച ഒരാളാണ്. മെയിനായിട്ട് കാര്യം ഇവര് വിചാരിക്കുന്ന കുറെ അച്ഛന്മാരുടെയും പാദ്രിമാരുടെയും പാസ്റ്റർമാരുടെയും പുറകെ പോകുന്ന ആൾക്കാർ മാത്രമാണ് കോൺഗ്രസിലെ നേതാക്കന്മാരെന്ന്. സുധാകരനെ പോലെ ഒരു നിലപാടുള്ള ആൾക്കാരെ ഇവര് തഴയും. അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിന് അതും കുറെ കളി നടന്നിട്ടുണ്ടെന്ന് ഇവിടെ അടിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം. എന്തായാലും സാർ ചെയ്യുന്ന ന്യൂസിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇലക്ഷൻ റിസൾട്ട് എന്തോ ആവട്ടെ, പക്ഷെ പൊതുജനങ്ങളുടെ കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ആൾക്കാരുടെ വികാരം എപ്പോഴും സുധാകരനോട് കൂടി തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തെ പാലക്കാട്ട് കോൺഗ്രസ്സുകാര് അല്ലെ UDF-കാര് തഴഞ്ഞു. പകരം ഒരു കോമഡിയനെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്, പിഷാരടി പാലക്കാട് തോക്കും എന്നുള്ള കാര്യത്തിനകത്ത് യാതൊരു സംശയവുമില്ല. 100% പിഷാരടി പാലക്കാട് തോറ്റിരിക്കും. അവിടെ ഈ പ്രാവശ്യം ഒരിക്കലും ജയിച്ചു വരാൻ പാടില്ലാത്ത ഒരു സ്ഥാനാർത്ഥിയായിരിക്കും ജയിച്ചു വരുന്നത്. അത് ശോഭാ സുരേന്ദ്രനാണ്. BJP-യുടെ ടിക്കറ്റിൽ ജയിച്ചു വരുന്ന ശോഭാ സുരേന്ദ്രനായിരിക്കും എന്നുള്ളത് കാര്യം വളരെ വ്യക്തമാണ്. ഇനിയിപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാഹുൽ മാങ്കൂട്ടം 2 റിബൽ സ്ഥാനാർത്ഥിയായിട്ട് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അത് 2 സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് റിബൽ അല്ല. ഒന്ന് VD സതീശനെതിരെ പറവൂരും, അതുപോലെ തന്നെ ധർമ്മടത്ത് പിണറായി വിജയനെതിരെ ധർമ്മടത്തും രാഹുൽ മാങ്കൂട്ടം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചാൽ മാത്രം മതി, കിട്ടുന്ന വോട്ട് മതി. ഈ 2 പേരും, അതായത് മുഖ്യമന്ത്രി കുപ്പായം ഇട്ടിരിക്കുന്ന മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയനും മുഖ്യമന്ത്രി കുപ്പായം തയ്പ്പിച്ചു വെച്ചിരിക്കുന്ന VD സതീശനും കൃത്യമായിട്ട് തോൽക്കേണ്ടതുണ്ട്. അത് ഈ കേരള സമൂഹത്തിന് ആവശ്യമാണ്. ആ ഒരു കാര്യമെങ്കിലും രാഹുൽ മാങ്കൂട്ടം ചെയ്യണം എന്നുള്ളതാണ് വ്യക്തിപരമായിട്ടുള്ള എൻ്റെ അഭിപ്രായം. എത്ര കാലമായി സാറും നമ്മളും അതിൻ്റെ ജനങ്ങളും കൂടി പറഞ്ഞു തന്നെ പറയേണ്ടി വരുന്നു. ഇപ്പോൾ ജനങ്ങളെ അഭിപ്രായം പറയുമ്പോൾ ഞങ്ങൾ പറയുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ഇദ്ദേഹത്തിനൊന്നും മനസ്സിലായില്ല. സുധാകരൻ സാറൊക്കെ കണ്ടില്ലേ, എത്ര ഇതായിട്ട് അങ്ങ് ഇറങ്ങി MP സ്ഥാനം വേണ്ട MLA സ്ഥാനത്തൊക്കെ നിൽക്കാൻ വേണ്ടി നിൽക്കുന്നത്. അത്ര വരെ ഇയാൾക്ക് ഒരിതില്ലേ. ഈ രാഹുൽ മാങ്കൂട്ടത്തിന് എല്ലാം ഇവിടെ ഇലക്ഷന് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്ഥലമാണ് പാലക്കാട്. ബാക്കിയുള്ള ഇലക്ഷനായിട്ട് കണക്കാക്കുന്നില്ല ആരും. അത്രയും സാറ് പ്രയത്നിച്ചിട്ട് ഇത്രത്തോളമായിട്ടും നമ്മൾ കേട്ടത് തന്നെ കേൾക്കുമ്പോൾ ഒരു സാധാരണഗതിയിൽ സാറാണെങ്കിലും നമ്മളാണെങ്കിലും ഒരു വ്യക്തി എന്നുള്ള എല്ലാ വ്യക്തികൾക്കൊരു കേട്ടത് തന്നെ കേൾക്കുമ്പോഴും അതിൽ ഒരു തീരുമാനം എടുക്കാതെ മാനസികമായിട്ട് തളർന്നു പോകുന്നുണ്ട്.
അതന്നെ സംഭവിക്കുന്നത്. ഇപ്പൊ അതുപോലത്തുള്ള കാര്യങ്ങളും ഉണ്ട് പലതും. കണ്ണൂരിനെ മറക്കാൻ വേണ്ടി കണ്ണൂരിന്റെ ധീരപുത്രൻ, അതിന് പാലക്കാടിന്റെ ധീരപുത്രനായിട്ട് രാഹുലും വന്ന് ഈ കോൺഗ്രസ് എന്ന് തന്നെയുള്ള തോന്നിയാസം കളിക്കുന്ന എല്ലാത്തിനും വി ഡി സതീശനും വേണ്ടി ഇതാക്കുക. കോൺഗ്രസിനെ നശിപ്പിക്കാനാണ് വി ഡി സതീശന്റെ കൂടെ നിൽക്കുന്നത്. അതുപോലെ ഇയാള് പ്രതിപക്ഷത്തിന്റെ ഏറ്റവും താങ്ങും തണലായിട്ടുള്ള കുറെ ആൾക്കാരുണ്ട്. കുഞ്ഞാലിക്കുട്ടിയും അവരും ഇവരും എല്ലാം, ഷാജിയും ഗീജിയും ഒക്കെ. ഒന്നും കഴിയൂല. പിന്നെ മുനീറിനെ എവിടെ സ്ഥാനാർത്ഥിയായിട്ട് ഇടാനാ? ആ എണീച്ച ഗേറ്റ് അടക്കാൻ കഴിയാത്ത സ്ഥിതിയിലാണുള്ളത്. ശാരീരിക അത് വേണ്ടേ? ഇപ്പൊ സുധാകരനെയും ഇവരെയും സുഖല്ല ആരോഗ്യ പ്രശ്നം എന്നറിയുന്നത്. മുനീറിന്റെ ആരോഗ്യ പ്രശ്നം ഇപ്പോൾ കണ്ടില്ലേ? അയാൾ പറയുന്നത് അയാളെ നിർത്താതെ ഇപ്പോൾ 100% ഞാൻ അതിനു വേണ്ടി പ്രയത്നിക്കുന്നത്. എവിടെ പ്രയത്നിക്കുക? എന്ത് ചെയ്യാൻ പറ്റും അയാൾക്ക്? അവിടെ ഇരുന്നിട്ടൊന്നും പറയാൻ പറ്റല്ലാതെ. ഇത് ഉള്ളത് സാർ, ഇനി അയാളത് ചെയ്തില്ല, ജനങ്ങൾ വരെ ഇതിനോട് ഉള്ള ഒരു അനുകമ്പം ഇല്ലാതാകുകയാണ്. ഒരു തീരുമാനം അദ്ദേഹം എടുക്കണ്ടേ എന്തെന്നുള്ള? ജനങ്ങളല്ലേ ഇതിനൊക്കെ ആൾക്കാർ. എന്ത് കോൺഗ്രസിന്റെ വലിയ ആളാണെങ്കിൽ അവിടുന്ന് യൂത്ത് കോൺഗ്രസ് എല്ലാ KSUന്നും അതിന്നൊക്കെ വളർന്നു വന്ന് ജനങ്ങളുടെ എല്ലാവരും പിന്തുണ കൊണ്ടല്ലേ. അത് മനസ്സിലാക്കാനുള്ള കഴിവില്ല. വാചാലനാണെങ്കിൽ സ്വന്തം ബുദ്ധിയിൽ അതും പ്രവർത്തിക്കണം. അതാണ് വേണ്ടത്. അത് ചെയ്യാതെ ഇതെല്ലാം കേട്ടിരിക്കുന്നില്ല. എന്തർത്ഥമുള്ളത്? സുധാകരനുടെ ഏറ്റവും വലിയ വെറുപ്പതിന് പിണറായിന്. സുധാകരൻ പറയാത്തതൊന്നുമില്ല പിണറായി. അതുപോലെ നീ എടാ വിജയ എന്ന് വിളിച്ച മാക്കൂട്ടത്തിനോടും തീർക്കണം. അതിന് ഒത്തുകൂടിയിട്ടുള്ള പ്രയത്നമാണ് VT സതീശനും മറ്റേ രമേശ് ചെന്നിത്തല. ഇവർക്ക് കോടികൾ കിട്ടിയാൽ മതി. ഇനി എന്തുണ്ട്? 5-3-8 നിൽക്കുന്ന 2% ഇവർക്കൊക്കെ ജീവിതത്തിൽ നിന്ന് മടങ്ങാൻ. അതിന് കോടികൾ കിട്ടി അത് പൂർവിക ഇനി വരുന്ന തലമുറക്ക് ജീവിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക. അതാണ് ഇവരുടെ ആഗ്രഹം. അതാണ് വേണ്ടത്. ജനങ്ങൾ അതിനനുസരിച്ചിട്ട് ഒരു ഇതുപോലെ നിൽക്കുന്നു. അതിനെ ജനങ്ങൾ ഇത്രയും എത്രയായി സാറ് പറയുന്നു, എത്ര ITI ചാനലല്ല, വേറെ ഒന്നും ഞാൻ കാണലില്ല. എല്ലാം ഇപ്പം ഞാനൊന്ന് ലേശം മാനസികമായിട്ട് എനിക്കൊരു ഇതായിട്ട് വരുന്നു. ഇവരെ ചെയ്തതായിട്ട് നല്ല കാര്യമായിട്ട്. ആ തെണ്ടിയോട് പറയണം, രാഹുലിന് അച്ഛനില്ല. അവന്റെ തന്ത അമേരിക്കക്ക് കെട്ടിയെടുത്തപ്പം ഫ്ലൈറ്റാക്കാരൻ കരയായിരുന്നു, എൻ്റെ മകന് 3 രൂപയുടെ മെമ്പർഷിപ്പേരും കൊടുക്കണേന്ന്. അതൊന്നും കൊടുത്തേക്കണം. കരുണാകരനെ രോഗം മൂർച്ഛിച്ച് അമേരിക്കക്ക് കെട്ടിയെടുത്തോണ്ട് പോവുക. അന്നേരം ഫ്ലൈറ്റേ കയറാൻ നേരം അവൻ ചോദിച്ച് കരഞ്ഞോണ്ട് ചോദിക്കുക, എനിക്കൊന്നും വേണ്ട, എൻ്റെ മകന് നിങ്ങൾ 3 രൂപയുടെ ഒരു ടിക്കറ്റ് കൊടുക്കണമെന്ന് പാർട്ടിയിലോട്ട്. അവനെ പറ്റി മനുഷ്യർ പറയുന്നതേ, പഴയ മുൻകാലത്തെ ശത്രു കഴിഞ്ഞ ജന്മത്തിലെ ശത്രു പുത്രനായി ജനിക്കും. അങ്ങനെയാണ് കരുണാകരന് ഇങ്ങനത്തെ ഒരു സന്തതി ഉണ്ടായെന്നാ പറയുന്നത്. പക്ഷെ ഈ ടിക്കറ്റിന്റെ കാര്യം ഒന്ന് ഓർപ്പിച്ചേക്കണം. എന്ത് ചെയ്യാം? അവന്റെ രാഹുലിന് അച്ഛനില്ലാതെ പോയി. അവന്റെ അപ്പന്റെ തന്തയെന്ന് പറയാൻ എൻ്റെ മനസ്സനുവദിക്കുന്നില്ല. ആ കുഞ്ഞിന് അച്ഛനില്ലാതെ പോയി ഒന്ന് കരയാൻ എൻ്റെ കുഞ്ഞിനൊരു സീറ്റ് കൊടുക്കണമെന്ന്. ഇവന്റെ അപ്പനെ കെട്ടിയെടുത്തപ്പോൾ അവസാനം ചോദിച്ച, എനിക്ക് ഒന്നും വേണ്ട, എനിക്ക് ഒരാഗ്രഹമില്ല, എൻ്റെ മകന് വെറും 3 രൂപയുടെ ഒരു പാർട്ടി ടിക്കറ്റ് കൊടുക്കണമെന്ന്. എങ്ങനെയാണ് അവനൊരു തൊലിഞ്ഞ ചിരിയും ചിരിച്ചോണ്ട് നിന്ന് അവൻ ഇന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന് ഉടയാത്ത കതർ വിട്ട് വന്ന് അവൻ ഇതിന്റെ വക്തമായിട്ട് ഒന്ന് സംസാരിക്കുന്ന കണ്ടാ? അല്ല, ആ പട്ടി പറഞ്ഞോട്ടാ, രാഹുലിനെ എടുത്താൽ ഞാൻ പോകുമെന്ന്. അവനങ്ങോട്ട് പോട്ടെ. എന്റെ മോനെ, നിന്നെ വല്ലവരും തല്ലിക്കൊല്ലാൻ നോക്കണം, സൂക്ഷിക്കണം കേട്ടോ. വരുന്നിടത്ത് വെച്ച് വരട്ടെ അമ്മേ. കമ്മ്യൂണിസ്റ്റുകാരൊന്നും വരികയല്ല മോനെ, കോൺഗ്രസ്സുകാരെ വരുള്ളൂ. എന്തുമാത്രം ആക്സിഡന്റും അപകടങ്ങളെല്ലാം ആ കൂടെ എങ്ങും. ഈ ചെന്നിത്തലയോ ഈ ഇവനോ സതീശനോ ആരും ചാകുന്നില്ല, അറ്റാക്കും വരുന്നില്ല, ഒന്നും വരുന്നില്ല. ആ കൊച്ചിനെ ഇങ്ങനെ പുറകെ നടന്ന് ഇവന്മാരാളെ വിട്ട് കൊടുത്തുണ്ടാക്കിച്ചതല്ലേ. അല്ല, ചെറുക്കൻ തന്നെ എങ്ങും പോയതല്ലേ ഇതൊന്നും. അവനെ വീഴ്ത്താൻ പറഞ്ഞു വിട്ടതായി. ഇതിന്റെ ഈ കാണിച്ച പണികൾക്കുള്ള മറുപടി കേരളത്തിലെ ജനങ്ങൾ ഇനി 25 ദിവസമുള്ള കൊടുക്കത്തില്ലേ? കൊടുക്കും. എന്നാൽ ഇത് നാളെ തന്നെ ഒന്ന് കൊടുത്തേക്കണം. 3 രൂപയുടെ ടിക്കറ്റ് എങ്കിലും എൻ്റെ മകന് കൊടുക്കണേന്ന് കരുണാകരൻ കരയുമായിരുന്നു ഫ്ലൈറ്റ് കയറ്റാൻ നേരം. അവസാനം പോയപ്പോ അവനത് മറന്ന്, രാഹുലിന് അച്ഛനില്ലല്ലോ, എൻ്റെ മകന് സീറ്റ് കൊടുക്കണേന്ന് പറഞ്ഞ് കരയാൻ. ഇങ്ങനെ അവിടെ കിടന്ന് കരഞ്ഞ അവിടെ കേൾക്കുകയല്ലോ. ഞാൻ പറയുന്നത് സുധാകരൻ ചേട്ടനും നമ്മുടെ രാഹുൽ മാങ്ങോട്ട് സ്വതന്ത്രമായിട്ട് നിൽക്കണം. അതാണ് അവരുടെ. അല്ലെങ്കിൽ അവർ പോട്ടെ. അവരുടെ സുധാകരൻ ചേട്ടന് എത്ര വയസ്സായി? പുള്ളിയുടെ അവസാനത്തെ ലാപ്പല്ലേ. ഞാൻ ചോദിക്കുന്നത് ഉത്തരേ ഉള്ളൂ. സുധാകരനൊക്കെ ഇത്രയും വയസ്സിൽ പോയാൽ ആ പുള്ളി ഇത്രമാത്രം എടുത്തില്ല. ആ പുള്ളിയുടെ ഒരു ആഗ്രഹമല്ലേ എടുക്കണമെന്ന്. ആ പുള്ളി ഇത്ര വെട്ടേണ്ട വലിയ കാര്യമുണ്ട്. ആർക്കാണെങ്കിലും പുള്ളി നല്ലൊരു തന്റെ വെച്ചാൽ അതേപോലെ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടനും. ആ പുള്ളി കഴിഞ്ഞത് പിഷാദ് ജയിക്കുന്നതാണോ എന്ന് നമുക്കറിയത്തില്ല കേട്ടോ. അത് ഭയങ്കര കഷ്ടം. അത് നമ്മുടെ ഇത്ര എനിക്കിപ്പോ 69-70 വയസ്സായി. ഞാനൊക്കെ നമ്മളൊക്കെ രാഷ്ട്രീയം നമ്മൾ ഇങ്ങോട്ടൊക്കെ വന്നതാണ്. നമ്മളെന്നാലും രാഹുൽ മാങ്കൂട്ടൻ എല്ലാ തെറ്റും ചെയ്ത്, ഓരോ ചെറുപ്പക്കാരും ചെയ്യുന്ന ഓരോ തെറ്റുകൾ ഈ എല്ലാ രാഷ്ട്രീയക്കാരും ചെയ്തിരിക്കുന്ന തെറ്റിന്റെ 4-1 പോലും ചെയ്തിട്ടില്ല ഈ രാഹുൽ മാങ്കൂട്ടനിൽ നിന്നും.
എന്നിട്ട് ആ പുള്ളി ഒതുക്കി പിഷാരി എന്ന് പറഞ്ഞ ശരിക്കും ഇത് ചെയ്യാത്തവരെ കൊണ്ട് അവിടെ നിർത്തി ശോഭ ജയിക്കാൻ വേണ്ടി ചെയ്തോ കുഴപ്പമില്ല. പക്ഷെ ഒരു ഭയങ്കര കഷ്ടമല്ല, സങ്കടം തോന്നി. ഇത് ഇത്തവണ ഹലോ, UDF-നെ മൊത്തത്തിൽ ബാധിക്കുമോ? തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെ നമ്മുടെ പാലക്കാട് നിർത്തിയില്ലെങ്കിൽ ഞാൻ 110% പറയുന്നു. VD സതീശൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ് മുഖ്യമന്ത്രി ആവാൻ വേണ്ടിയിരിക്കുന്നത്. അല്ലെങ്കിൽ കേസ് വേണ്ട എന്താണ് ചെയ്താലും രാഹുൽ മാങ്കൂട്ടത്തിനെ അവിടുന്ന് ഒഴിവാക്കിയത് പോലെ വലിയ ഒഴിവാക്കി ഇങ്ങനെ വന്നാൽ കേരളത്തിൽ എല്ലാം ബാധിക്കും, ഉറപ്പാണ്. സത്യം പറയും. നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ സുധാകരൻ കണ്ണൂരിന് വേണ്ടി ബോംബ് എറിഞ്ഞും തല്ലുകൊണ്ടും എല്ലാം ജീവിച്ചൊരു വ്യക്തിയാണ്. ആ പുള്ളിയെ അവിടെ നിന്ന് തടയേണ്ട കാര്യം പുള്ളിക്ക് വേണ്ട MP വേണ്ടെന്ന്, പുള്ളി അവിടെ കണ്ണൂർ നന്നാക്കട്ടെ. അതിനു വേണ്ടി ഇവരെല്ലാവരും കൂടെ അയാൾ വെട്ടി വെക്കേണ്ട എല്ലാ കാര്യമുണ്ട്. അവരുടെ ഭാവി പോയാലും സുധാകരനോട് പറയണം, രാഹുൽ മാങ്കൂട്ടത്തിനോട് പറയണം വെച്ചാല് അവരുടെ ഭാവി പോയാലും തെണ്ടിയാലും ഈ പരിപാടിക്ക് നിൽക്കണ്ട, അവർ സ്വതന്ത്രമായിട്ട് നിൽക്കട്ടെ. അവർ ജയിക്കും 110%. 110% അവർ ജയിക്കും, കാര്യമില്ല. അതുകൊണ്ട് അവരോട് നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് അവർ ജയിപ്പിക്കാൻ നോക്കാം. അതുകൊണ്ട് ചുമ്മാ വല്ലവരും പറഞ്ഞിട്ട് അവർ നിൽക്കട്ടെ. രാഹുൽ മാങ്കൂട്ടത്തിൽ നമ്മുടെ പാലക്കാട് നിന്നാൽ സുഖമായിട്ട് ജയിക്കും. നിങ്ങൾ രാഷ്ട്രീയം നോക്കണം. നമ്മൾ ഈ കേരളത്തിൽ നിങ്ങളുടെ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എത്രയോ മാസമായി ഇത് കാണുന്നത്. ദൈവത്തോർത്ത് നിങ്ങൾ രാഹുലിനോട് പറഞ്ഞ് രാഹുൽ നിൽക്കാൻ പറയാം. രാഹുൽ ഇവരോട് കഴിഞ്ഞ് നിന്നില്ലെങ്കിൽ 5 വർഷം കഴിയുമ്പോൾ അവൻ വെറും ചണ്ടിയായിരിക്കും. സത്യമായിട്ട് അവനെ 5 വർഷം കൊണ്ട് ഒതുക്കി അവനെ ഇരുത്തി മൂലിക്കരുത്. അവന്റെ അമ്മയും അവന്റെ അപ്പൻ നമ്മുടെ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി കഷ്ടപ്പെട്ട ഒരു ബ്രിഗേഡിയന്റെ മകനാണ്. എന്നിട്ട് അവനൊക്കെ നിർത്താതിരിക്കുന്നില്ല. നമ്മൾ ചെയ്തിട്ട് ആര് ജയിച്ചോട്ടെ, മോദി ഭരിക്കുക ഇന്ത്യ ഭരിക്കുക എന്ത് ചെയ്തോട്ടെ, എന്നാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്രമാത്രം തടയേണ്ട കാര്യമില്ല. സാധിച്ചിരുന്നാണ് പേര് എന്റെ പേര് സുരേഷ് നമ്പൂതിരി. സാറേ എന്താ ഈ കളി കളിക്കണേ? വല്ലാത്തൊരു കളിയായിണ്ടല്ലോ. സതീശന്റെ കളിയാണോ ഉദ്ദേശിക്കുന്നത്? സതീശന്റെ കളിയാന്നാ മനസ്സിലാവണേ. ഈ കളി വിജയിക്കുവോ സതീശൻ അവസാനം ഈ കളിയെല്ലാം കളിച്ചിട്ട്? സതീശൻ വിജയിക്കുമെന്ന് വെച്ചാൽ പൊട്ടി പാളീസാവുന്ന എനിക്ക് തോന്നേ. പൊട്ടി പാളീസാവുന്ന തോന്നേ. ഇവന്റെ ഈ കളി ഇത്രയും കഴിഞ്ഞ 25 കൊല്ലം ആർക്കും മനസ്സിലായില്ലായിരുന്നു. ഒതുക്കത്തിലുള്ള കളിയായിരുന്നു. ഒതുക്കീശനാണ് ഇവിടെ നടക്കുന്ന സകല പരിപാടികളുടെയും പിന്നിലെന്ന് ജനങ്ങൾ മനസ്സിലായില്ലേ? മനസ്സിലായി. ഇപ്പോഴും എന്താ പറയാ, കോൺഗ്രസ്സുകാർക്ക് മനസ്സിലായിട്ടില്ല എനിക്ക് തോന്നും. മറ്റുള്ള ആൾക്കാരെ എന്താ മനസ്സിലാകാനിട്ടൊന്നുമില്ല. അവന്മാരെല്ലാം ഇവൻ തേങ്ങണിപ്പെടുത്തി വെച്ചേക്കാണ്. അവന്മാരുടെ എല്ലാം CD ആയിട്ട് ഇവൻ നടക്കുക. അതെ, ശരി. വല്ലാത്തൊരു കഷ്ടം. ഇപ്പൊ പിണറായി വിജയന് ധർമ്മടത്ത് മത്സരിക്കാൻ ഇട്ട് കൊടുത്തേക്കുന്നത് കണ്ടോ, ഒരു കിണ ഒരുത്തനെ. അതെ. ഇവന്മാര് കൊള്ളാവുന്ന ഒരുത്തനെ പോലും പിണറായിക്കെതിരെ ധർമ്മടത്ത് ഇട്ടില്ല. തിരിച്ച് സതീശന് ഈസി ആയിട്ട് വിജയിക്കാൻ വേണ്ടി കണ്ടോ ഇടതുപക്ഷം ഇട്ട് കൊടുത്തേക്കുന്ന ആരെയാണ്? ഒത്ത കളിയാണ്. അപ്പൊ ഈ രാഹുലിനെ കണ്ടല്ലോ വല്ലാതെ കഷ്ടപ്പെടുത്തിയേക്കണിപ്പോ. അന്നേരം ഇവര് രണ്ടുകൂടെ പ്ലാൻ ചെയ്ത് രാഹുലിനെ, അതുപോലെ സാബു ജേക്കബിനെ പതുക്കെ NDA കയറ്റി. എന്നിട്ട് അതിനകത്ത് ജയിക്കാൻ സാധ്യതയില്ലാത്തവരെ നിന്ന് കോൺഗ്രസിന്റെ വോട്ട് തല്ലാൻ പറ്റാവുന്ന രീതിയിലുള്ളവരെ മാത്രം എടുത്ത്, അന്നേരം ഇതിലൂടെ എന്ത് പറ്റും? കോൺഗ്രസിന്റെ വോട്ട് പരമാവധി തള്ളി CPM-ന് കിട്ടുക. അന്നേരം ഈ സതീശനും സാബു ജേക്കബും അന്നേരം ഇവരെല്ലാം കൂടെ സംഘം ചേർന്ന് പിണറായിക്ക് തുറഭരണത്തിനുള്ള അവസരമാണ് ഒരുക്കുന്നത്. അതെ. അങ്ങനത്തെ ലക്ഷണം കാണാതെ വല്ലാത്തൊരു കഷ്ടം. ഇങ്ങനത്തെ വോട്ട് ചെയ്യാൻ പോകണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ ആരാ UDF സ്ഥാനാർത്ഥി തോണ? ബൽറാം. ET ബൽറാം. അങ്ങനെ ലിസ്റ്റ് വായിച്ചല്ലോ. അപ്പൊ അങ്ങനെ മനസ്സിലായിപ്പോ അങ്ങോട്ട് ജയിക്ക് നിൽക്കും തോന്നില്ല. ഇത്തവണ ഈ രാഹുലിനും സുധാകരനും എതിരെ ഇവന്മാര് ചെയ്ത പണിക്ക് കൃത്യമായ പണി കോൺഗ്രസ് പ്രവർത്തകര്, കോൺഗ്രസിനെ സ്നേഹിക്കുന്നവർ കൃത്യമായ മറുപടി കൊടുക്കത്തില്ല ഇത്തവണ. കൊടുക്കണം. വല്ലാത്തൊരു കഷ്ടം. ഇവരൊന്നും ഒരൊറ്റ ഒന്നും മിണ്ടിട്ടില്ല ശരിക്കും. ഇവരെല്ലാവരും ഒരു ഗ്രൂപ്പായാൽ തന്നെ സതീശൻ എന്താ കുട്ടി പറ്റിയ മറ്റുള്ളവര് മെല്ലന്മാരൊക്കെ ഇപ്പൊ എന്താ പറയാ, സുധാകരനും രാഹുലും മറ്റുള്ള ബൽറാമും തേങ്ങയും മാങ്ങയൊക്കെ അല്ലേ, അവരൊക്കെ കൂടി ഒന്നിച്ചായി കഴിഞ്ഞാൽ തന്നെ സതീശന് പുറത്തു പോകൂടെ? അവരൊന്നും ഒന്നിക്കത്തില്ല. അവരെല്ലാം സതീശന്റെ ചെരുപ്പ് നക്കി നിൽക്കുക. ഇപ്പൊ എന്തെങ്കിലും എച്ചിലേഷണം കിട്ടുമെന്ന് പ്രതീക്ഷേ അതെ ഇവന്മാര് നിക്കുകയാണ്. കുന്നപ്പള്ളി ഇപ്പൊ സങ്കടപ്പെട്ട് ചാനൽ വിട്ടായിരുന്നു. എന്തായാലും കുന്നപ്പള്ളിക്ക് ആ ഗതികേട് വന്നത് അവൻ രമേശ് ചെന്നിത്തലയുടെ പക്ഷത്ത് നിന്നുകൊണ്ട്. അതേസമയം സതീശന്റെ ചെരുപ്പ് നക്കാൻ നിൽക്കുമായിരുന്നെങ്കിൽ അവൻ ആ ഗതികേട് വരത്തില്ലായിരുന്നു. ചെന്നിത്തലയുടെ ആളാണ് അല്ലേ? എന്തായാലും വല്ലാത്ത
സങ്കടമുണ്ട്. എന്താ പറയുക, കോൺഗ്രസ് പറയുമ്പോൾ തുപ്പാനാ തോന്നുന്നു. ഞാൻ ഇവിടെ കോട്ടയത്തിന് അടുത്തുള്ള പുതുപ്പള്ളിയിൽ നിന്ന് മാറി ഇച്ചിരി ഉള്ള സ്ഥലത്താണ് താമസിക്കുന്നത്. ഞാൻ UDF ഒരു കാൻഡിഡേറ്റ് ആയിരുന്നു. 2002 പഞ്ചായത്ത് മെമ്പറായിരുന്നു കേട്ടോ. ഇപ്പോഴത്തെ ഈ കളിയെല്ലാം കൂടെ കണ്ടിട്ട് പറഞ്ഞാൽ ഭയങ്കര വിഷമവും സങ്കടവുമാണ് വരുന്നത്. ഈ സതീശനെ ഈ കാണിച്ചു കൂട്ടുന്നതല്ല. ഈ സതീശൻ തോക്കാൻ വല്ല മാർഗമുണ്ടോ? ഇത്തവണ ഇവൻ ജയിക്കുമോ പറ, ഇവന്റെ കയ്യിലിരിപ്പ് വെച്ച്? ഇവൻ തോക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഇവനെ എങ്ങനെയും ഒന്ന് തോപ്പിക്കാൻ വല്ല മാർഗമുണ്ടോ? ഇവൻ തോറ്റാലേ ഉള്ളൂ. ഈ കണ്ടില്ലേ ഇതിനകത്ത്, ഇന്നലെ ന്യൂസിനകത്ത് കണ്ടില്ലേ, 75, 80, 82 ഉള്ള ഇതുങ്ങൾ മുഴുവനുമാ ഇതിനകത്ത്, കോൺഗ്രസിനകത്തുള്ള. ഇതിനെയെല്ലാം മാറ്റിയാലല്ലേ ഇത് രക്ഷപ്പെടുകൊണ്ട്. ഇനിയേലും ഒന്ന് കയറണ്ടേ? അല്ലെ എന്നാ എടുക്കുക? ഇതിന്റെ ഈ ഭരണം കൊണ്ട് എന്നാ ചെയ്യാനായി? പഠിച്ച പിള്ളേരെല്ലാം അതിനെ നിൽക്കുന്നു, വേറെ എല്ലാ ഇതിനെല്ലാം പോകുന്നു. ഇതെല്ലാം കണ്ട് ഓർക്കുമ്പോഴത്തേക്കിനും വിഷമാ വരുന്നത്. ഈ സുധാകരനെ രാഹുലിനെ ഒതുക്കിയ ഇവന്മാർക്കെതിരെ കോൺഗ്രസ്സുകാർ തന്നെ വോട്ട് ചെയ്യുമോ ഇത്തവണ? ചെയ്യരുത്. ഇവനെ ഈ സതീശന് ഒട്ടും ചെയ്യരുത്. അതുപോലെ തന്നെ പിഷാരടി ജയിക്കുമോ പാലക്കാട്ട്? മൊത്തം കോമഡി ഷോ അല്ലേ, അവനൊക്കെ ആരും വോട്ട് ചെയ്യുമോ? അവൻ കോമഡി മിമിക്രി ഇത് ആണെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ല രാഷ്ട്രീയത്തിലെ അവൻ എന്നാ അറിയാം? അവൻ ഇത് ഞാൻ ഓർക്ക ഇവരൊക്കെ അല്ല ഇങ്ങനെയൊക്കെ പിഷാരടിയൊക്കെ പിടിക്കുന്നത്. അതുപോലെ തന്നെ തൃക്കാക്കര ഉമാ തോമസ് ജയിക്കുമോ? അല്ല, ഉമാ തോമസ് നല്ല കാൻഡിഡേറ്റ് ആണോ? ഉമാ തോമസിനെതിരെ അതാ ഇവന്റെ ഈ സതീശന്റെ ആശ്രിതരും ഇവന്റെ പെട്ടി താങ്ങികളെ ഒക്കെയാണ് നിർത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ രമ്യ ഹരിദാസ് അവള് ജയിക്കുമോ? അവള് പാട്ട് പാടി നടക്കുന്ന അവളെയൊക്കെ പിടിച്ചു നിർത്തിയിരിക്കുന്നു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.